ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബേസ് ഉണ്ട്, പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി വഴിയൊക്കെ ഒരു വെൽഫെയറിസം ഒക്കെയാണ് പുഷ് ചെയ്യുന്നത്. പക്ഷേ വെൽഫെയറിസത്തിൽ നേരത്തെ തന്നെ ലെഫ്റ്റ് ചാമ്പ്യന്മാരാണ്. അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഞങ്ങൾ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഇനിയും കൂട്ടിക്കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ വെൽഫെയർ മെഷേഴ്സാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും സർക്കാരിന്റെ അക്കിലസ് ഹീലിലേക്ക് കമ്പയ്യാൻ കഴിയാതെ പോകുന്നുണ്ടോ? അങ്ങനെയുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങൾ മുൻനിർത്തി സർക്കാരിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ധാരാളം PR-നുള്ള സമയം കിട്ടി, അത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യേണ്ട സമയത്ത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ അഭിലാഷ് ഇപ്പോൾ ചോദിച്ച സജീവനും പറഞ്ഞതൊക്കെ. കാരണം പബ്ലിക് റിലേഷൻസ് എക്സസൈസിൽ ഭരണകക്ഷിക്ക് ഭരണമുന്നണിക്കുണ്ടായ മുന്നേറ്റം അത് വളരെ വളരെ വ്യക്തമാണ്. മറിച്ചൊരു കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കാൻ UDF കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, BJP ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ കൊണ്ടുപോകുന്നു. അത് സത്യമാണ്. പക്ഷേ UDF-ന് അപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകമുണ്ട്, അതിവിടെ ആരും പറഞ്ഞില്ല. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ UDF-ന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമുക്കറിയാം. ഞാൻ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അഭിലാഷിനത് കാര്യം മനസ്സിലായി അല്ലേ? അപ്പോൾ വളരെ വ്യക്തമാണ്, മൈനോറിറ്റി കൺസോളിഡേഷൻ ശക്തമായി UDF-ന് അനുകൂലമായി തെരഞ്ഞെടുപ്പിലുണ്ട്. അതെ, ആ ഫാക്ടർ നിൽക്കുകയും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു നല്ല പങ്ക് കിട്ടുകയും ചെയ്യുമ്പോൾ അത് മെജോറിറ്റിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, ആ സിദ്ധാന്തം അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷേ അതോടൊപ്പം അനുദിനം ഈ വഴക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം വരികയും 2021 തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അന്ന് കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഗവൺമെൻറ് നടത്തിയ നല്ല കാര്യങ്ങൾ അത് കൊണ്ടുവന്ന ഒരു ഫീൽ ഗുഡ് ഫാക്ടറിനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴും UDF-ലെയും കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലടിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത് നേതാക്കന്മാരുടെ പേര് പറയുന്നില്ല. അങ്ങനെ ആ സമയത്ത് പലരും ചോദിച്ചു, ഇങ്ങനെ വഴക്കൂടുന്ന ആൾക്കാർക്കാണോ ഇത്രയും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ഭരണം കൊടുക്കേണ്ടത്? അപ്പോൾ ഇത് എന്നാ ഇത് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഭരണം കിട്ടാൻ അവസരം വരുന്നത്. അപ്പോഴും ഇത് തന്നെയാണ് തുടരുകയാണെങ്കിൽ വാസ്തവത്തിൽ അതിൽ നിന്ന് നമുക്ക് എന്താ റീഡ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളെ യു ആർ ടേക്കിംഗ് ദം ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ട് കിട്ടും, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള ആ ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസമാണ്. അത് അപകടം ചെയ്യും. സാധാരണഗതിയിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങും ആൻറ്റി ഇൻകംബൻസിയും കൂടി ചേർക്കുമ്പോൾ UDF-ന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴും ഈ വഴക്ക് ഹൈക്കമാൻഡ് കൊണ്ടുവരുന്ന വഴക്കല്ല, അകത്തുള്ള നേതാക്കന്മാരെ വഴക്കാണ്. അല്ല, ആ വഴക്കിൻ്റെ ഒരു പ്രാഥമികമായ കാര്യം ഇപ്പോൾ കോൺഗ്രസ് കുറേ നാളുകളായിട്ട് ലീഡർമാരെ, പാർലമെന്ററി പാർട്ടി ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്നെ അനുകൂലിക്കുന്ന MLA-മാർ മാക്സിമം വരണം എന്ന താല്പര്യത്തിലുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടായിരിക്കില്ല ഇത്രയും അധികം പേര് ക്ലിയർ ചെയ്യാൻ സമയമെടുക്കുന്നത്. അത് രമേശ് ചെന്നിത്തല ഒരു ഫോൺ സംഭാഷണത്തിനിടെ ആനുഷംഗികമായി പറയുന്നത് ടെലിവിഷൻ ക്യാമറകളിൽ പതിയെ ചെയ്തു. വസ്തുതയാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് അതിലുള്ള തർക്കത്തെക്കാളേറെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും താല്പര്യങ്ങൾ അതിലാണിപ്പോൾ വന്ന് നിൽക്കുന്നത്. മറ്റേത് അഭിലാഷ് പറഞ്ഞ് സമ്മതിച്ചു, വളരെ ശരിയാണ്. ഇത് തന്നെയാണ് 2021 പരസ്പരം തോൽപ്പിച്ചതാണ് തോൽവിയുടെ ആഘാതം കൂട്ടാൻ കാരണം. ഇപ്പോഴും ആ സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. ആയിക്കൊള്ളട്ടെ, സതീശൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിർബന്ധമൊന്നുമില്ല ഭരണം കിട്ടണമെന്ന്, ഞാനങ്ങ് വനവാസത്തിന് പൊയ്ക്കാളാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മത്സരത്തിനില്ല എന്ന്, അകത്തുള്ള കുടിപ്പകയ്ക്കില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന അതല്ലല്ലോ. ഈ 2 MP-മാർ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള വാശിയിൽ ഹൈക്കമാൻഡിനെ വരുതിക്ക് വരുത്തുന്നൊരു സാഹചര്യം. അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ നെഗറ്റീവാണ്. ഇത് മാധ്യമങ്ങൾ ഇത്രയും ചർച്ച ചെയ്യുന്ന പൊതുവീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രം മാറാൻ അധികം സമയം വേണ്ട. അതെ, രാഷ്ട്രീയത്തിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ തന്നെ ദീർഘമായ കാലയളവാണ് എന്നുള്ളത് കൂടി പരിഗണിച്ച്